വെക്കേഷൻ സമയത്തുള്ള ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണല്ലോ അല്ലേ? അങ്ങനെ വെക്കേഷൻ സമയത്ത് ഒരു യാത്രയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ പാലാ നാട്ടിൽ കൂടെ പോകുമ്പോൾ ഓരോ ഇടവും അവിടുത്തെ പപ്പായും മമ്മിയും കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് നമ്മുടെ തക്കിടുവിന് ഒരേ നിർബന്ധം, അവൻ പഠിക്കുന്ന സ്കൂള് ഞങ്ങളെ കാണിച്ചു തരണമെന്ന്. അങ്ങനെ അവൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ പോയതാണ് കേട്ടോ അവന് പഠിക്കുന്ന സ്കൂള് കാണിക്കാനായിട്ട്. അപ്പം നമുക്കും പോയി അവൻ്റെ സ്കൂളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ചാവറ പബ്ലിക് സ്കൂളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യാത്രക്കിടയിൽ പപ്പ കാണിച്ചു തന്ന കേട്ടോ, പാലാപ്പള്ളി എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, ആ പള്ളിയാണ് ആ കാണുന്നത് എന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ യാത്ര അവൻ്റെ സ്കൂളിലെത്തി. ഇതാണ് നമ്മുടെ തക്കിടു. ജോർജ്, ഇത് ആരുടെ സ്കൂളാടാ? സ്കൂളാ? ഈ സ്കൂൾ ഇഷ്ടമാണോ? എങ്ങനെയുണ്ട് സ്കൂള്? കൊള്ളാം. ഇന്നെന്താ നിങ്ങൾക്ക് അവധി? എന്താ എന്താടേ അവധി? എന്താ സ്കൂളിന്? മഴയായോണ്ടാണോ? ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ഓരോ ചോദ്യവും കൊണ്ട് വന്നേക്കുന്നത് എന്നുള്ള ഭാവത്തിലുള്ള അവൻ്റെ നിൽപ്പ് കണ്ടില്ലേ? അവധി കിട്ടിയതിൽ സന്തോഷിച്ച് നിൽക്കുക കേട്ടോ. നല്ല മാർക്കുള്ളവരെ എടുത്തോളായിരിക്കും. അങ്ങോട്ട് നോക്കിച്ചു. അത് ആയിരിക്കുന്നതാണ് ചാവറ അച്ഛൻ. അതിൻ്റെ സ്റ്റോറിയാണ്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ
അച്ഛൻ്റെ കാലത്തൊന്നും ഇങ്ങനെ അധികം വണ്ടിയും വള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വള്ളത്തേലാണ് എല്ലാവരും യാത്ര. അപ്പോൾ അച്ഛനിങ്ങനെ അവരെയൊക്കെ പഠിപ്പിക്കുകയും അവരെയും കൊണ്ട് പോവുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുമൊക്കെ വള്ളത്തെ പോകുന്നതാണ്. ചാവറ പബ്ലിക് സ്കൂളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തക്കടുവിൻ്റെ നിർബന്ധപ്രകാരമാണെങ്കിലും അത് നന്നായി എന്ന് പിന്നീട് തോന്നിയിരുന്നു. ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം എന്നതും അറിവ് നേടുക, വിദ്യാഭ്യാസം നേടുക എന്നതിലുപരി പല കാര്യങ്ങളിലും കുട്ടികളെ അവർ ട്രെയിൻ ചെയ്യിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. സ്കൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നല്ലൊരു മാതൃകയാണ് കേട്ടോ ചാവറ പബ്ലിക് സ്കൂൾ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. മടങ്ങും വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ കുറച്ച് കാഴ്ചകളൂടെ ഉണ്ട് കേട്ടോ. അവിടെ പപ്പയ്ക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അവിടേക്കാണ് ഞങ്ങളെയും കൊണ്ടുപോയത് കേട്ടോ. അടിപൊളി ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. One piece. കഴിക്കും ജോർജ് ഐസ്ക്രീം. ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ. ഇഷ്ടമായവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനോ മറന്നു പോയേക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ.